ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞൊരു സൗത്ത് ഇന്ത്യൻ ട്രിപ്പാണ് കേട്ടോ. സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് തമിഴ്നാട് ആ ഒരു പരിസരമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. മെയിനായിട്ട് തൂത്തുക്കുടി, തഞ്ചാവൂർ, വേളാങ്കണ്ണി അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ പോകുന്ന കാഴ്ചകളൊക്കെ നമ്മളിതാ ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ കേട്ടോ. തിരുവിടൈക്കോട് എന്ന് പറഞ്ഞ ശിവാലയത്തിൻ്റെ 10ാമത്തെ ഒരു ക്ഷേത്രമുണ്ട്. അതിനടുത്താണ് ഈ ഒരു ഷോപ്പ് ഇരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. എൻ്റെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇഡ്ഡലി, സാമ്പാർ, വട, നമ്മളിവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിറങ്ങി കേട്ടോ. ഫുഡ് നല്ല ഫുഡായിരുന്നു. ഇഡ്ഡലി, സാമ്പാർ, വട അങ്ങനെയുള്ളതായിരുന്നു. എല്ലാം കൂടെ റീസണബിൾ റേറ്റാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. എന്തായാലും നല്ല ടേസ്റ്റുള്ളൊരു ഫുഡ് തന്നെയാണ്. പിന്നെ ഇവിടെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ തമിഴ്നാട്ടിലേക്ക് വരുമ്പം എല്ലാ കടകളിലും പ്ലേറ്റിലല്ല ആഹാരം വിളമ്പി തരുന്നത്, ഇലയിലാണ്. അപ്പോൾ അതും ഒരു കുറച്ചുകൂടി ഒരു വൃത്തിയുള്ളൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ഒരു ആർച്ച് കടന്ന് വേണം മണപ്പാട് ഹോളി ഫെയ്ത്ത് ചർച്ചിലേക്ക് പോകാനുള്ള കേട്ടോ. ഇത് അതിൻ്റെ ഒരു എൻട്രൻസ് ആണ്. പിന്നെ അതിൻ്റെ സൈഡിലെല്ലാം നമുക്ക് കാണുന്നത് ഈ കടൽ വെള്ളവും അവിടുത്തെ കായൽ പോലുള്ള സംയോജിച്ച് കിടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. കാരണം കാണാൻ നല്ല രസമാണ്. ഇവിടെ നല്ല കാറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്ഥലം കൂടെയാണ് ഈ മണപ്പാടിൻ്റെ ആ ചുറ്റുപാടുള്ള പ്രദേശമെല്ലാം. കാണാൻ എന്തായാലും വളരെ മനോഹരമാണ്. നമുക്കിനി കുറച്ച് ചരിത്രം ഒന്ന് നോക്കാം. 1540 പോർച്ചുഗീസ് വ്യാപാര കപ്പൽ കിഴക്കോട്ടുള്ള യാത്രാമധ്യേ ഗുഡ്ഹോക്ക് മുനമ്പിൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ ശക്തമായ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് അതിൻ്റെ പായകൾ പിളരുകയും പിൻകൊടിമരം ഒടിഞ്ഞു വീഴുകയും ചെയ്തു. വിശുദ്ധ കുരിശിൻ്റെ ആരാധനയിൽ അർപ്പിതനായ ക്യാപ്റ്റൻ കപ്പലിൻ്റെ സുരക്ഷ ക്രിസ്തുവിനെ ഏൽപ്പിക്കുകയും പിളർന്ന കൊടിമരത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് കുരിശ് നിർമ്മിക്കാവുന്ന ഒരു നേർച്ച നേരുകയും ചെയ്തു. അതിനുശേഷം കപ്പൽ സുരക്ഷിതമായി ദിവസങ്ങളോളം ഒഴുകി നടന്ന ശേഷം കുലശേഖര പട്ടണം എന്നൊരു തുറമുഖത്ത് ഈ കപ്പൽ അടുക്കുകയും ചെയ്തു. ഇതാണ് കേട്ടോ മണപ്പാട് ചർച്ച്. കാരണം ഇന്നിവിടെ നല്ല തിരക്കാണ് ഫീൽ ചെയ്യുന്നത്. കാരണം കൂടുതലും നമ്മുടെ മലയാളീസാണ് ഇവിടെ ഉള്ളത്. കാരണം നമ്മുടെ ട്രിവാൻഡ്രത്തു നിന്നുള്ള ആൾക്കാരുണ്ട്, കൊല്ലത്തു നിന്നുള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഉണ്ട് അവിടെയാണ്. അതാണ് ഇത്രയും തിരക്കുന്നത്. നമ്മൾ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇത്ര തിരക്കില്ലായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 3 സൈഡും കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നോക്കുമ്പോൾ ഈ സൈഡിലും കടലുണ്ട്, മറിച്ച് നമ്മളാണ്ട് മറു സൈഡ് നോക്കുമ്പോൾ അവിടെയും കടലുണ്ട്. ഈ കടലിന് നടുക്കൊരു ദ്വീപ് പോലെ ഇരിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ മണപ്പാട് പള്ളി ഇരിക്കുന്ന ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. നല്ലൊരു വൈബുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ പള്ളിയും ആ പള്ളി ഇരിക്കുന്ന സ്ഥലവും എല്ലാം. കൊള്ളാം കേട്ടോ. അതൊരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ കടലും ആ ഒരു പരിസരവും. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കടലിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയാണ്. ഇവിടെയുള്ള ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനം തന്നെയാണ്. കാരണം ഒരുപാട് മത്സ്യബന്ധനം, ഉണക്ക മത്സ്യങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. അത് നമുക്കിനി കാണാം. തിരിച്ച് നമ്മൾ പോകുമ്പോൾ അതെല്ലാം കാണുന്നുണ്ട്. ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്നത് സെപ്റ്റംബർ 1 മുതൽ 14 വരെയാണ്. ആ സമയത്ത് കുരിശിൻ്റെ തിരുശേഷിപ്പ് പരസ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്യും. അതായത് ട്രൂ കുരിശിൻ്റെ തിരുശേഷിപ്പുകൾ പരസ്യമായി പ്രദർശിപ്പിക്കുക വരും. ലിയോ 13 മാർപ്പാപ്പ തൻ്റെ ഒരു രചനയിൽ പറഞ്ഞ മണപ്പാടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ചെറിയ ജെറുസലേം എന്നാണ്. പിന്നെ ഈ കടൽ തീരത്താണ് ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. തമിഴ് സിനിമകൾ. നീതാനെ വസന്തം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പള്ളിയും അതിൻ്റെ പരിസരത്താണ്. അതുപോലെ മണിരത്നത്തിൻ്റെ കടൽ എന്ന് പറഞ്ഞ സിനിമ, സിംഗൺ 2, അങ്ങനെ ഒരുപാട് തമിഴ് ചിത്രങ്ങൾ ഈ പള്ളിയുടെ പരിസരത്താണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മണപ്പാട് ഹോളി ഫെയ്ത്ത് ചർച്ചും ആ ബീച്ചും ആ പരിസരവും. അത്രയ്ക്ക് അതിമനോഹരമാണ്. ഇതിൻ്റെ ദൂരം എന്ന് പറഞ്ഞാൽ തൂത്തുക്കുടിയിൽ നിന്ന് ഏകദേശം ഒരു 58 കിലോമീറ്ററും തിരുച്ചെന്തൂരിൽ നിന്ന് 15 കിലോമീറ്ററും അകലെയായിട്ടാണ് ഈ മണപ്പാട് ഹോളി ഫെയ്ത്ത് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കന്യാകുമാരി റൂട്ടിലൂടെയാണ് തിരുച്ചെന്തൂരിലേക്ക് പോകുന്നതെങ്കിൽ ഈ മണപ്പാട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിരുച്ചെന്തൂരിലേക്ക് എത്താനുള്ളത്. അപ്പോൾ പോകുന്നവർക്ക് സൗകര്യപ്രദമായിട്ട് എങ്ങനെയാണോ തിരഞ്ഞെടുക്കാം റൂട്ട്.
ഇത് നമ്മളവിടെ ലൈറ്റ് ഹൗസിലേക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ. മണപ്പാട് ലൈറ്റ് ഹൗസിലേക്ക് കയറാനുള്ള ചാർജ് എന്ന് പറയുന്നത് ഒരാളിന് 10 രൂപയാണ്. അങ്ങനെ ഞങ്ങളുടെ 3 പേരുണ്ടായിരുന്നതാ, 30 രൂപയാണ് ഞങ്ങൾക്ക് ചാർജ് ആയത്. ഞങ്ങളിപ്പോൾ അങ്ങനെ അകത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കയറുമ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ചെരുപ്പൊക്കെ ഊരിയിട്ടേ കയറാവൂ, ചെരുപ്പിട്ടുകൊണ്ട് കയറരുത്. പിന്നെ മൊബൈൽ ഫോൺ ക്യാമറ അലൗഡാണ്, മറ്റ് ക്യാമറയ്ക്കാണെങ്കിൽ എക്സ്ട്രാ ചാർജ് ആവുമെന്നാണ് പറഞ്ഞത്. ഇതാണ് കേട്ടോ ലൈറ്റ് ഹൗസ് കണ്ടോ. ഇവിടെ നമ്മൾ അകത്തേക്ക് കയറുമ്പം ചെരുപ്പെല്ലാം ഊരി വെച്ചിട്ട് മാത്രമേ അകത്ത് കയറാവൂ കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് ഈ സ്റ്റെപ്പുകളെല്ലാം കയറി വേണം മുകളിലേക്ക് പോകാനുള്ളത്. ഈ കുറച്ച് സ്റ്റെപ്പുണ്ട് മുകളിൽ കയറാനായിട്ട്. വേറെ ലിഫ്റ്റോ അങ്ങനെ സംവിധാനങ്ങളൊന്നും ഇല്ല ഇവിടെ. ഇനി അടുത്ത ഇതുപോലത്തെ ഒരു ചെറിയൊരു ഏണിയാണ് കേട്ടോ. സ്റ്റെയറൊക്കെ കയറി മുകളിൽ വരുമ്പോഴത്തേക്ക് കണ്ടോ ലൈറ്റ് ഹൗസിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സ്ഥലമില്ല ചുറ്റും കടലും. ഞങ്ങൾ നേരത്തെ അവിടെയാണ് നിന്നത്, ആ ഭാഗത്തായിട്ട്. അവിടെ നിന്നാണ് കയറി മുകളിലേക്ക് വന്നത്. എന്തുകൊണ്ടും അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് മണപ്പാട് ചർച്ചയിരിക്കുന്ന സ്ഥലം. ആ ബീച്ചും ഈ ബീച്ചിൽ വരാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് സമയം എൻ്റെ അഭിപ്രായത്തിൽ ഈ കാണുന്ന കേട്ടോ കപ്പലിൻ്റെ സിഗ്നൽ പോയിൻ്റാണ് കേട്ടോ. ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് എത്രത്തോളം പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയ്ക്ക് കാറ്റാണ്, കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും കാറ്റിന് കൈ കഴുകൂലേ എന്ന്. അത്രയ്ക്ക് കാറ്റാണ് കേട്ടോ ഇവിടെ. ഇത് നമ്മൾ രതീഷാണ് കേട്ടോ. നമ്മൾ മണപ്പാട് നിന്ന് ആ ചർച്ചിൻ്റെ അടുത്ത് നോക്കുമ്പോൾ കാണുന്ന മറ്റ് ചർച്ചുകളാണ് കേട്ടോ. ഇതിൻ്റെ ചുറ്റും ഒരുപാട് ചർച്ചുകളുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നോക്കുമ്പോൾ അവിടെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ചർച്ചുകളുണ്ട്. പിന്നെ ഇതോ കാണുന്നത് ഹാർബറാണ് കേട്ടോ, മണപ്പാട് ഹാർബറാണ്. ഇവിടെയുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ ഉപജീവന മാർഗം എന്ന് പറയുന്ന മീൻപിടുത്തം തന്നെ. ഇതൊരു ഗ്രാമമാണ്. കാരണം ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഉണക്ക മത്സ്യം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ കടലിൽ നിന്ന് പിടിക്കുന്ന മീനിനെ അവർ ക്ലീൻ ചെയ്ത് ഉണക്കിയെടുക്കുന്നുണ്ട്. ഇതൊരു ചെറിയൊരു ഹാർബറും കൂടിയാണ് ഈ പ്രദേശം, ഈ മണപ്പാട് എന്ന് പറഞ്ഞ പ്രദേശം. ഇതാണ് കേട്ടോ മണപ്പാടിലെ ഏറ്റവും വലിയ ഈ കരുവാടൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്, ഉണക്കമീൻ. ഞങ്ങൾ കരുവാടെന്നാണ് പറയുന്നത്. നെത്തോലി കരുവാടുണ്ട്. ₹100 ഉണ്ട് ഒരു കവറിന്. ഒരുപാട് ഉണ്ട്, ഇതിൻ്റെ കണക്കൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും കൊള്ളാം, നല്ല അവരുടെ പ്രധാന ഉപജീവന മാർഗമാണ്. ഇത് ആ കാണുന്നത് പാർസുറ എന്നൊരു മീനാണ് കേട്ടോ. അത് കിലോ ₹500 അതിൻ്റെ വില, ഈ ഉണക്ക മീനിൻ്റെ. ഇതെന്താണ്? ആ വിളമീൻ കിലോ 500. അപ്പോൾ ഇത് ₹500 കേട്ടോ, വലിയൊരു മീൻ. ഇവിടെ തന്നെ ഉണ്ട്, ഉണക്കി കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റിയിലുള്ള. ഇത് നെമ്മീൻ്റെ ഉണക്ക മീനാണ് കേട്ടോ. ഇത് ഈ കാണുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1 കിലോ ₹800 എന്നൂടെ പറഞ്ഞത്. എന്തായാലും ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ മണപ്പാടേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് വാങ്ങുക. നമ്മൾ മണപ്പാടേക്ക് ചർച്ചിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെയാണ് ഈ ഒരു ഷോപ്പ് ഇരിക്കുന്നത് കേട്ടോ. ഇതാ പള്ളിയുടെ അടുത്ത് നിന്ന് താഴെ ഇറങ്ങുമ്പോൾ ഒരു ബീച്ചാണ് കേട്ടോ. ഇവിടെ തിര വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത് കണ്ടോ. വളരെ കാണുമ്പോഴേ നല്ല സ്ലോ ആയിട്ടാണ് തിര ഇങ്ങനെ വരുന്നത്. നല്ല അടിപൊളി ഒരു ബീച്ചാണ് കേട്ടോ. ഒരുപാട് കുളിക്കാനൊക്കെ നമുക്കൊരു ധനുഷ്കോടി പോലൊരു ഫീലൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. പക്ഷെ അത്രയ്ക്ക് ഫീൽ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ആവറേജ് അതേപോലെ ഇരിക്കും എന്നെനിക്ക് പറയാം. ഇവിടെ നോക്കുമ്പോൾ അടുത്തൊരു പള്ളിയുടെ കാഴ്ചയാണ് കേട്ടോ. കാണുമ്പോൾ പള്ളിയുടെ വ്യൂ ഉണ്ട്. പള്ളി ലൈറ്റ് ഹൗസും അടിപൊളിയല്ലേ.
അങ്ങനെ ഞങ്ങളുടെ എൻ്റെ ഈ മണപ്പാട് യാത്രയുടെ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യണേ.